ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോഴേ അതിൻ്റെ കൂടെ കഴിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം കാണിച്ചു തന്നാൽ നിങ്ങൾ ചെയ്തു നോക്കുമോ? എന്നാൽ പിന്നെ മടിച്ച് നിൽക്കുകയോ വേണ്ട, ഒരു പച്ച മാങ്ങ മതി ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇടത്തേക്കത് പച്ച മാങ്ങയുടെ സ്കിന്നൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ, ഇതിനെ നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം. എന്നിട്ടൊരു 3-4 വട്ടം കഴുകി എടുത്തിട്ട് ഒരു മൺചട്ടിക്കകത്തോട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് സംഭവം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 7 വെളുത്തുള്ളി നടുകെ മുറിച്ചതും, ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും, നല്ല എരിവുള്ള ഒരു 3-4 പച്ചമുളക് തലങ്ങും വിലങ്ങും ഒക്കെ മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ മെയിനായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഒരു 8-10 ചെറിയ ഉള്ളി അത്യാവശ്യം വലുപ്പം ഉള്ളതുകൊണ്ട് തന്നെ 4ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 100 ഗ്രാം ഉണക്ക ചെമ്മീൻ വറുത്ത് അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തേക്കുന്നതാണ്. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് തേങ്ങാപ്പീരയാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, പക്ഷേ കുറച്ച് കൂടുതലായിരിക്കണം തേങ്ങാപ്പീര എന്ന് പറഞ്ഞാൽ. അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി തിരുമ്മി അങ്ങോട്ട് എടുക്കണം. സാധാരണ ഈ തോരനൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി പിടിപ്പിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടുമെന്നാണ് പറയുന്നത്. സംഭവം എന്തായാലും അടിപൊളിയാണെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോയത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും കളയാനായിട്ടില്ല. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങാപ്പീര ഇട്ട പാത്രത്തിനകത്തുള്ള ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് അതങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതിനെ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോഴത്തേക്കിന് ആ ഒരു മാങ്ങയൊക്കെ വന്നിട്ടുണ്ടല്ലോ, ആ മാങ്ങയുടെ ഉള്ളിലൊരു വെള്ളമയമുണ്ട്, അതൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വരും. ഇപ്പോൾ ഇതിവിടെ ഇവിടെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് നന്നായിട്ട് വെള്ളമുണ്ട്. അത് നമുക്ക് വറ്റിച്ചെടുക്കണം. ആ വെള്ളമയമൊക്കെ ഒന്ന് വറ്റിച്ച് ആ ഡ്രൈ ആയിട്ട് വരുമ്പോഴായിരിക്കും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് വരുന്നത്. കുറച്ച് സമയം കൂടെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കിന് എന്താണെന്ന് നോക്കി ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടൊരു തോരൻ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കഴിക്കാനായിട്ടില്ല. ഇനിയുണ്ടല്ലോ ഇതിൻ്റെ മുകളിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. വേറൊന്നുമല്ല, 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയോട് ചേർത്ത് കൊടുക്കണം. ഇത് ഓപ്ഷനിലല്ല, മറ്റായിട്ട് നിങ്ങൾ ഒഴിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇതോട് ചേർത്തിട്ടുണ്ടല്ലോ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനെ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മാങ്ങാത്തോരൻ അങ്ങോട്ട് റെഡിയായിട്ട് വരും. നമ്മുടെ എല്ലാ ജില്ലകളിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ എന്തായാലും ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലുള്ള പേരെന്താണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയേക്കണം. ഇത് കഴിക്കുമ്പോഴല്ലോ നല്ല ചൂട് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനുണ്ടല്ലോ എൻ്റെ പൊന്ന് സഹോദര, ഒന്നും പറയാനായിട്ടില്ല, കിട്ടുക്കാച്ചി ആയിട്ടാണ്. മാങ്ങയുടെ സീസൺ അല്ല എന്ന് മാത്രം ആരും പറയുന്നത്. കാരണം ഇപ്പോൾ വർഷത്തിൽ 365 ദിവസം എല്ലായിടത്തും മാങ്ങ കിട്ടും. അതുകൊണ്ട് ഒരു തവണയെങ്കിലും മാങ്ങ മേടിച്ച് ഇതുപോലെ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ സമയമില്ല എൻ്റെ പൊന്ന് സഹോദര എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ട്, ജോലിക്കാരാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇതങ്ങോട്ട് ഷടപട അങ്ങോട്ട് തയ്യാറാക്കി വെച്ചാൽ മതി. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് കാര്യം കഴിയുകയും ചെയ്യുക. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം എല്ലാവരും ഒന്ന് ഫീഡ്ബാക്കോടെ പറയണം. അതേപോലെ തന്നെ നമ്മുടെ ഇതുപോലുള്ള റെസിപ്പികൾ കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. വെറുതെ കണ്ടിട്ട് പോകരുത് കേട്ടോ. ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ ഇനിയും നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്നൊരു ഫോളോ അപ്പ് ഉണ്ട്. അത് പ്രസ് ചെയ്യാത്തവരാണെങ്കിൽ മാത്രം ആ ഏരിയയിലോട്ട് വെച്ചാൽ മതി. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് വരും. അപ്പോൾ ഇതിലും നല്ലൊരു കിട്ടിക്കാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി, നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.